നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ടെൻഷനുകൾക്ക് വിട, ഉല്ലാസത്തിന്റെ സമയം. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കഥയില്ലായ്മയാണ് പലരുടെയും ജീവിതം കുഴപ്പത്തിലാക്കുന്നത്. എന്നാൽ കഥയുണ്ടെങ്കിലോ? ഇത് കാണൂ, കാട്ടിലെ കൂട്ടുകാർ. എന്ത് വില കൊടുത്തും നമുക്ക് ഗംഭീറിന്റെ ജോലിക്കാരെ ശരിയാക്കണം. അത് നേരാ, ഗംഭീർ വളരെ ആഗ്രഹിച്ച ജോലിയാ. അതെ അതെ, എത്രയേറെ പഠിച്ചിട്ടും ഒരു ജോലി കിട്ടാത്തതിന്റെ വിഷമം ഗംഭീറിനുണ്ട്. ആ ശരിയാ. ഈ ജോലി ശരിയാക്കാൻ നമ്മൾ ഒരു നല്ല പ്രയത്നം തന്നെ നടത്തണം. ഞാൻ എന്ത് കാര്യത്തിനും റെഡിയാ. ഞാനും അതെ. ഗംഭീറിന്റെ സന്തോഷത്തോടെയുള്ള ജീവിതം കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതെ, നമ്മള് ഏത് വിധേനയും പണം കണ്ടെത്തി കൊടുക്കണം. അതെ അതെ, സെക്യൂരിറ്റിക്ക് ആവശ്യമായ പണം കമ്പനിയിൽ അടച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാ. നമുക്ക് എന്തായാലും കൂടി ആലോചിച്ചൊരു തീരുമാനമെടുക്കണം. നിങ്ങൾ വേഗം വാ. വേഗം പോയേക്കാം. വേഗം വാ. എന്റെ പപ്പീസേ, ഈ ജോലിക്കും പോകാൻ കഴിയുമെന്ന് തോന്നണില്ലട്ടാ. ഗംഭീർ, സങ്കടപ്പെടാതെ, ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും. പപ്പീസേ, പഠിച്ചിട്ട് തന്നെ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടാ. ഇനി ജോലിക്ക് കൂടി സെക്യൂരിറ്റിക്ക് പണം എവിടുന്ന എന്റെ പപ്പീസേ? ഓ, ഞാൻ പറഞ്ഞില്ലേ ഗംഭീർ, നമ്മളൊന്നും വിചാരിക്കും പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാവും. ഇതാ മക്കളെ, ചായ കുടിക്കാം. ഓഹോ. ഗംഭീരേ, നീ വിഷമിക്കാതെ. ഈ ജോലി ശരിയായില്ലെങ്കിൽ നമുക്ക് വീണ്ടും ശ്രമിക്കാന്നേ. അമ്മ വിഷമിക്കാതെ. ഏത് പ്രതിസന്ധിയിലും നമ്മളെ രക്ഷിക്കാൻ കരുണാമയനായ ഒരാളുണ്ട്. അതാ മക്കളെ ആശ്വാസം. ദൈവം ഒരു വഴി കാണിച്ചു തരും, തീർച്ചയാ. കണ്ട പപ്പീസേ, അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടെന്നറിയോ? സങ്കടം കാണും ഗംഭീർ. ഇത്രയും പഠിപ്പിച്ചിട്ട് ഒരു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ സങ്കടം കാണാതിരിക്കൂ. ആ ഗംഭീർ, നമ്മൾ എന്തെങ്കിലും വഴിയിലൂടെ പണം കണ്ടെത്തണം. എന്ത് വഴി? നമുക്ക് മറ്റുള്ളവരുമായി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തണം. എങ്കില് പുറത്തേക്ക് ഇറങ്ങിയാലോ? അതെ അതെ, നമുക്ക് സമയം കളയണ്ട. ഓ അമ്മേ, ഞങ്ങളിപ്പോ വരാട്ടോ. സമയം കളയണ്ട. അല്ല, എങ്ങോട്ടാ? ദിപ്പരാമേ. എവിടെയായാലും വേഗം വരണോട്ടോ. ശരി അമ്മേ. ഇത്രയും സാധനങ്ങൾ പണയപ്പെടുത്തിയ ഗംഭീറിനുള്ള പണം കിട്ടുമോ? പിന്നെന്താ, ഇത് കൊറേ പവനല്ലേ. ഈ സ്വർണ്ണം വിൽക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നേ. അയ്യോ, വിൽക്കാൻ പാടില്ല. കാരണം നമ്മൾ പല ആളുകളുടെ അടുത്തുനിന്നും കടമായി വാങ്ങിയതല്ലേ. അത് നേരാ, ഞാനത് ഓർത്തില്ല. ഗംഭീറിന് കൊടുക്കാനുള്ള പണം ഇതുകൊണ്ട് കിട്ടും. അതൊക്കെ പോട്ടെ, ഇത് ഗംഭീർ എങ്ങനെ തിരിച്ചു തരാ? ജോലിയൊക്കെ കിട്ടി കുറച്ചു മാസം കഴിഞ്ഞ ശമ്പളത്തിൽ നിന്ന് മിച്ചം വെക്കുന്ന കാശ് കൊണ്ട് തരും. അതൊക്കെ നടക്കോ? പിന്നില്ലാതെ, കമ്പനിയിൽ നല്ല ശമ്പളം ഉണ്ടെന്നേ. ഇങ്ങനെ നടന്നാ മതിയോ? ഗംഭീറിന് കമ്പനിയിൽ സെക്യൂരിറ്റിക്കുള്ള പണം കെട്ടണ്ടേ? അതിനൊക്കെ ഞങ്ങള് വഴി കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ കുറച്ച് സ്വർണം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഈ സ്വർണം പണയം വെച്ച് ഗംഭീറിന് വേണ്ട പണം സമാഹരിക്കണം. നന്ദിയുണ്ട് കൂട്ടുകാരെ, നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. കൂട്ടുകാർക്ക്
വേണ്ടി ഉപകാരം ചെയ്യുക എന്നത് മറ്റു കൂട്ടുകാരുടെ കർത്തവ്യമല്ലേ? ആ അതെ അതെ അതെ. ഓ, ഈ പണം ഞാൻ എങ്ങനെ പെട്ടെന്ന് തിരിച്ചു തരും? അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആ, അതെ അതെ, ജോലിയൊക്കെ കിട്ടി, ശമ്പളം കിട്ടി, സാവധാനം തന്നാ മതി. ആ ഗംഭീർ, എത്രയും പെട്ടെന്ന് പണം കമ്പനിയിൽ അടയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. ദാ ഓ, കൂട്ടുകാരെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ആ, ഗംഭീരെ പോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ. ശരി കൂട്ടുകാരെ, നമുക്ക് വീണ്ടും ദൈവം കാണാം. അനുഗ്രഹിക്കട്ടെ. പാവം, രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അതെ അതെ. നടുവൊന്നും മേലാണ്ടായി. ഹാ, അല്ല അമ്മച്ചി, ഗംഭീർ വിളിക്കാറുണ്ടോ? പിന്നെ ആഴ്ചയിൽ 2 ദിവസം വിളിക്കും. ഇത്ര പെട്ടെന്നാ മാസങ്ങള് പോയത്. അതെ അതെ. അമ്മച്ചി, ഗംഭീറിന്റെ നമ്പർ ഒന്ന് തരുമോ? പിന്നെന്താ, ഗംഭീർ വിളിക്കുമ്പോ നിങ്ങളെ അന്വേഷിക്കാറുണ്ട്. അതെയോ? നമ്പർ 04962342 അതാ. അപ്പൊ മക്കളെ, ഞാൻ പൊക്കോട്ടെ. എനിക്ക് ചന്തയിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. എന്നാ ശരി അമ്മച്ചി. ശരി മക്കളെ. പാവം, എന്തൊരു സന്തോഷം അമ്മച്ചിക്ക്. അതെ അതെ. അല്ല, നമുക്ക് ഗംഭീറിനെ വിളിക്കണ്ടേ? ഫോണില് പൈസ ഇല്ല, ചാർജ് ചെയ്തിട്ട് വിളിക്കാം. ഓക്കെ, എന്നാ ചാർജ് ചെയ്യാൻ പോവാം. ഛെ. എന്നാലും സാറേ, പപ്പീസ് ഇത്തരമൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഗംഭീർ മൊത്തം പണവും പപ്പീസിന് അയച്ചു കൊടുത്തിരുന്നോ? അതേ മോട്ടു, നിങ്ങൾക്ക് തരേണ്ട പണം മൊത്തമായിട്ട് ഞാൻ അയച്ചു കൊടുത്തതാണ്. എനിക്ക് തീരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ പപ്പീസ് പണവുമായി എവിടെ പോയെന്ന് ആർക്കറിയാം? എന്തായാലും ഒരു അന്വേഷണം നടത്തണം. അതെ അതെ. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങളുടെ പണം ഞാൻ ഏത് വിധേനയും തരും. പണമല്ല പ്രശ്നം, ഗംഭീർ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എവിടെ പോയിന്നാ. അത് നമ്മൾ അറിയണല്ലോ. നിങ്ങൾ വിഷമിക്കാതെ, പപ്പീസ് പണവുമായി എവിടേക്ക് കടന്നാലും നമുക്ക് കണ്ടെത്താം. കണ്ടെത്തണം സാറേ, ഇത് എന്റെ കൂടി ആവശ്യം. ഞങ്ങളുടെയും കൂടെ. നിങ്ങൾ സമാധാനമായിട്ട് പോ, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ശരി സാറേ, ഞങ്ങൾ പോയിക്കോട്ടെ. ശരി 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 സാർ, ഞങ്ങള് പോവാം. എന്നാലും നടന്ന് നടന്ന് മടുത്തു. എത്ര നേരമായി നടക്കുന്നു. ഈ കോരിച്ചേട്ടന്റെ വീട് ഇത്ര ദൂരത്തായിരുന്നെങ്കിൽ വണ്ടി പിടിച്ച് പോന്നാ മതിയായിരുന്നു. ഇത്രയും ദൂരേക്ക് കോഴി വീട് മാറി വന്നത് കഷ്ടം തന്നെ. ഇത് നമ്മുടെ പപ്പീസ് അല്ലേ? പപ്പീസ്, ഏയ് പപ്പീസ്. വമ്പൻ സാറോ? സാറേ, ഞാൻ മടുത്തു പപ്പീസേ, സാറേ. പപ്പീസിന് എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത് പപ്പീസേ? സാറേ, എല്ലാരെയും ഞാൻ പറ്റിച്ചു സാറേ. പപ്പീസ് കരയാതെ, സംഭവിച്ചത് എന്താണെന്ന് പറ. പറയാം സാറേ, ഞാൻ എല്ലാം പറയാം. പറയൂ. ഗംഭീർ സത്യസന്ധന. കിട്ടിയ ശമ്പളം മുഴുവൻ പണയസ്വർണ്ണം എടുക്കാൻ തയ്യാറായല്ലോ. എത്രയും വേഗം സ്വർണം തിരിച്ചെടുക്കണം. ഇതെന്താ ഇത്? ഇതൊരു അനക്കവുമില്ലല്ലോ. അമ്മാവ, 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 അമ്മാവോ, എന്തു പറ്റി? അയ്യോ, നമുക്ക് ആശുപത്രി പോവാം. വാ, എഴുന്നേക്ക്. നടക്ക് നടക്ക്, സാവധാനം. അങ്ങനെ ഞാൻ രാപ്പകൽ അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് പണം സ്വരൂപിക്കരുത് സാർ. കഷ്ടം. പപ്പീസ് ഇത്തരമൊരു പ്രശ്നത്തിൽ അകപ്പെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
സാർ എന്നെ ഒരു കള്ളനായിട്ടായിരിക്കും എല്ലാവരും കാണുന്നത്. അങ്ങനെയൊന്നുമില്ല പപ്പീസ്. പപ്പീസിന്റെ നിരപരാധിത്വം തെളിയിക്കണം. ആ വേണം സാർ. എങ്കിൽ സമയം കളയാതെ പപ്പീസ് എന്നോടൊപ്പം വരണം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. ഞാൻ വരാം സാർ. പിന്നെ ഞാൻ സഹായിക്കണോ? എടുക്ക. വരൂ, എന്റെ അമ്മോ. നമുക്ക് പോകാം. വാ. അമ്മേ. മക്കളെ, പപ്പീസിന്റെ നിരപരാധിത്വം എല്ലാവർക്കും ബോധ്യമായില്ലേ? ഞാൻ തെറ്റിദ്ധരിച്ചു. ക്ഷമിക്കൂ പപ്പീസ്. നിങ്ങളുടെ പണം തരുവാൻ വേണ്ടി ഈ പപ്പീസ് രാപ്പകലില്ലാതെ അധ്വാനിക്കുകയായിരുന്നു. എന്റെ ട്യൂഷൻ മാഷ് അകിഷ്കു മാഷ്, ആ മാഷിനെയാ പപ്പീസ് സഹായിച്ചത്. അതാണ് മഹത്തരമായ മാതൃക, നമുക്ക് അനുകരിക്കാവുന്ന മാതൃക. അതെ, നഷ്ടപ്പെട്ട പണം തിരിച്ചു തരുന്നതിന് കഠിനാധ്വാനം ചെയ്ത പപ്പീസിനെ സമ്മതിക്കണം. പപ്പീസെ, വിഷമിക്കാതെ. പണം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. അതെ, പക്ഷെ സൗഹൃദം അത് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടാൻ പ്രയാസ. ഗംഭീർ പറഞ്ഞതാ ശരി. സംശയത്തിന്റെ നിഴലിൽ സുഹൃത്ത് ബന്ധം തകരാൻ പാടില്ല. നിങ്ങൾ ഒന്നിച്ചു നിന്ന ഈ ഭൂമിയിൽ കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഐക്യപൂർണമായ സൗഹൃദാന്തരീക്ഷം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നല്ല കാഴ്ച, നല്ല വാക്ക്, നന്മയുടെ പാതയിലേക്ക്. നല്ല വാക്കുകളുമായി ചിങ്കു ചിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഓക്കെ, ഇന്ന് ടിങ്കുവിൻ്റെ വിശേഷം കേൾക്കാൻ നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടിയായിരിക്കുകയാണല്ലോ അല്ലേ? അതെ അങ്കിൾ, അതെനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, നിന്റെ വിശേഷങ്ങൾ പറയാൻ നീ തയ്യാറാണോ? അതെ അങ്കിൾ. ഓക്കെ, ടിങ്കു ഇന്ന് വളരെ സന്തോഷത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. അങ്കിൾ, അതിന്റെ കാരണം കൂടെ പറ. അതിൻ്റെ കാരണം നീയല്ലേ പറയേണ്ടത്, ഞാനാണോ പറയുന്നത്? ഞാൻ പറയാം. എന്നാ നീ പറ. അങ്കിൾ പറ. വേണ്ട, നീ പറഞ്ഞാൽ മതി. വേണ്ട, അങ്കിൾ പറ. എടാ, നിന്റെ വിശേഷം നീയല്ലേ പറയുന്നത്, അതുകൊണ്ട് നീ പറയുന്നതാണ് നല്ലത്. ഞാൻ പറയാം. എന്നാ പറ. എന്റെ കൂട്ടുകാരന് സ്കൂളിൽ ടീച്ചേഴ്സിൽ നിന്ന് ഒരു വലിയ സാധനം കിട്ടി. ഓ, ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവൻ്റെ കൂട്ടുകാരന് അവരുടെ ടീച്ചേഴ്സിൽ നിന്നും നല്ലൊരു സമ്മാനം കിട്ടിയെന്ന്. എന്തിനാ ഞങ്ങളെ കിട്ടിയെന്നറിയോ? എന്തിനാ കിട്ടിയതെന്ന് നീ തന്നെ പറയുന്നല്ലേ നല്ലത്. എന്നാ ഞാൻ പറയാം. എന്തിനാ നിന്റെ കൂട്ടുകാരന് സമ്മാനം കിട്ടിയത്? എന്റെ കൂട്ടുകാരന് കുറച്ച് പൈസ കളഞ്ഞു കിട്ടി. ഓ, കൂട്ടുകാരൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് പണം കളഞ്ഞു കിട്ടി. അവന് വേണമെങ്കിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അവൻ ചെയ്തത് എന്താണെന്നറിയാമോ? എന്താ ചെയ്തിട്ടെങ്കോ? ടീച്ചേഴ്സിന്റെ കയ്യിൽ കൊണ്ടുവന്നു. ഓ, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു. നോക്കിയേ, ആ കൂട്ടുകാരൻ എത്ര വിശ്വസ്തനായിരുന്നു അല്ലേ? അതെ അങ്കിൾ. ആ വിശ്വസ്തതയാണ് ടീച്ചേഴ്സ് കണ്ട് അവന് നല്ലൊരു സമ്മാനം നൽകിയത്. അങ്കിൾ, എനിക്ക് വിശ്വസ്തനാവണം. ഓ, വിശ്വസ്തരായി തീരണം അല്ലേ? ടിങ്കുവിന് മാത്രമല്ല, എല്ലാ കൂട്ടുകാരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. വിശ്വസ്തതയെക്കുറിച്ചൊരു വാക്യം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഏതാണെന്നറിയാമോ? എനിക്കറിയാം. ഏതാ അത്? 1 കൊരിന്ത്യർ 4 രണ്ടാമത്തെ വാക്യം. എന്താ രണ്ടാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്? ഗ്രഹവിചാരകന്മാരിൽ. ഗ്രഹവിചാരകന്മാരിൽ. അങ്കിൾ അറിയണ്ട, എനിക്കറിയാം. നീ പറയാം, എനിക്കറിയാം, നിനക്കറിയാമെന്ന് പറഞ്ഞേ. ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അങ്കിൾ അറിയണ്ടെന്ന്. ഓ സോറി, ഞാൻ പറയത്തില്ല, നീ തന്നെ പറഞ്ഞാൽ മതി. ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണത്രേ. ഓ, അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. എത്രയോ നല്ല വാക്യാണല്ലേ? അങ്ങളെ എന്താ ഗ്രഹവിചാരങ്ങൾ പറഞ്ഞാൽ? ഗ്രഹവിചാരകന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജർമാർ. നമുക്കറിയാം, വലിയ സ്ഥാപനങ്ങളിലൊക്കെ മാനേജർമാരുണ്ട്. ഉടമസ്ഥൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തികളാണ് മാനേജർമാരെന്ന് പറയുന്നത്. ഒരു നല്ല മാനേജർ ആവണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? എനിക്ക് അതുപോലെ ചെയ്യണം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്. ഒരു നല്ല മാനേജർ തൻ്റെ ഉടമസ്ഥനുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തിയിരിക്കും. അതുപോലെ നമ്മുടെ ഒരു ഉടമസ്ഥനുണ്ട്. ആരാണ് നമ്മുടെ ഉടമസ്ഥൻ? ദൈവം.
എന്താ അങ്ങനെ ദൈവമാണെന്ന് പറയാൻ കാരണം? ദൈവമാണ് ആ, നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവമാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചത്. ആ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം നാം കാത്തു സൂക്ഷിക്കണം. ദൈവവുമായിട്ട് എങ്ങനെയാണ് ബന്ധം കാത്തു സൂക്ഷിക്കുക? പ്രാർത്ഥനയിലൂടെ. ശരിയാണ്, നാം പ്രാർത്ഥിക്കുന്നതിലൂടെ. കൊച്ചുകുട്ടികളാണെങ്കിലും നാം ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, പഠിക്കുന്നതിന് മുമ്പ്, കളിക്കുന്നതിന് മുമ്പ് എപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ ഹിതം നാം എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഉടമസ്ഥനുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുക. ഒരു നല്ല മാനേജർ എപ്പോഴും തൻ്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കും. അടുത്തത് തന്നെ ഏൽപ്പിക്കുന്ന ജോലിയിൽ വളരെ സത്യസന്ധതയോടുകൂടെ ആ ജോലികൾ ചെയ്തു തീർക്കും. എന്താ അങ്ങനെ പറഞ്ഞത്? തന്നെ ഏത് കാര്യമാണോ ഏൽപ്പിച്ചത് അത് തൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുക, അത് ഉടമസ്ഥൻ്റെ ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുക, ഉടമസ്ഥന് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അതിൽ സത്യസന്ധത ഉണ്ടാകുകയുള്ളൂ. ദൈവം നമുക്ക് എന്തോരം കഴിവുകളാണ് തന്നിരിക്കുന്നത്. ടിങ്കുവിന് എന്തെല്ലാം കഴിവുകളുണ്ട്? പാട്ട് പാടാൻ കഴിവുണ്ട്. പിന്നെ എന്തൊക്കെയാണ് കഴിവുള്ളത്? എനിക്ക് എന്താ പറയാനുള്ളത്? കവിത എഴുതാൻ കഴിവുണ്ട്. കവിത എഴുതാൻ കഴിവുണ്ട്. നോക്കിയേ, കൂട്ടുകാർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടല്ലേ. പക്ഷേ ആ കഴിവുകളെ സത്യസന്ധമായി നാം ഉപയോഗിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ നല്ല ഗ്രഹവിചാരകന്മാരാണെങ്കിൽ നാം നമ്മളെ ഏൽപ്പിച്ച ജോലിയിൽ, നമ്മുടെ കഴിവുകളിൽ നാം സത്യസന്ധനായിരിക്കണം. മൂന്നാമത്തെ കാര്യം, നാം എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കണം. ഒരു നല്ല മാനേജർ തന്നെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും യജമാനെ ബോധിപ്പിക്കും, അതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നാം പറഞ്ഞ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതെല്ലാം ദൈവം നോക്കുന്നതാണ്. അതെ, ഇന്ന് വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ക്യാമറയുണ്ട്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും അതെല്ലാം അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കാണാനായിട്ട് പറ്റും. സർവശക്തനായിരിക്കുന്ന ദൈവവും നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ്, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ്, അതനുസരിച്ച് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും എപ്പോഴും ഉടമസ്ഥന് ഇഷ്ടമാകുന്ന രീതിയിൽ, കണക്ക് ബോധിപ്പിക്കണമെന്ന രീതിയിൽ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. എനിക്ക് മനസ്സിലായി. അപ്പോൾ നാം ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാണ്. മാത്രവുമല്ല, നാം വിശ്വസ്തരായി ജീവിക്കേണ്ടവരാണ്. എനിക്ക് അങ്ങനെ ജീവിക്കണം. ആണോ? ഓക്കെ, ആ കൂട്ടുകാരൻ ചെയ്തതുപോലെ ടിങ്കു ഒരു തീരുമാനമെടുത്തു. നിങ്ങൾ റെഡിയാണോ അങ്ങനെ തീരുമാനിക്കാൻ വേണ്ടി? ഓക്കെ, അപ്പം ദൈവത്തിൻ്റെ നല്ല ഗ്രഹവിചാരകന്മാരായി, വിശ്വസ്തരായി നമുക്ക് മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. കൂട്ടുകാർക്ക് പരീക്ഷാകാലമായില്ലേ? ധാരാളം പ്രയർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇനിയും അയച്ചോളൂ, തീർച്ചയായും പ്രാർത്ഥിക്കാം. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും കാണുന്നതുവരെ മറ്റൊരു ലോകത്തിലേക്ക് പ്രാർത്ഥനയുടെ, പഠിപ്പിന്റെ. ബൈ.